പ്രൈസ് ദി ലോർഡ്. നമ്മളിപ്പോഴും മനസ്സിൽ കൊണ്ടടങ്ങേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. മറന്നുപോകാതെ ഇപ്പോഴും നമ്മൾ എല്ലാ ദിവസവും ഓർക്കേണ്ട കാര്യമാണ്. ഈ പ്രപഞ്ചം സൃഷ്ടിച്ച യഥാർത്ഥ ദൈവം, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച യഥാർത്ഥ ദൈവം ഭൂമിയിൽ വന്ന് മനുഷ്യരൂപമെടുത്ത് ഈ വന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പൂർണ്ണ മനുഷ്യനുമായിരുന്നു, പൂർണ്ണ ദൈവമായിരുന്നു എന്നുള്ളത് മറന്നു പോകാതിരിക്കേണ്ട കാര്യമാണ്. ഈ യേശു ക്രിസ്തു നമ്മുടെ ഈ ഭൂമിയിൽ യെരുശലേമിൽ വന്ന് ജീവിച്ചു, മരിച്ചു, മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. തമ്മിൽ സ്നേഹിക്കണമെന്നും കർത്താവായ യേശു പറഞ്ഞത് അന്യദൈവങ്ങൾ ഉണ്ടാകരുത്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരു ദൈവം മാത്രമേ ഉള്ളൂ. ആ ദൈവത്തെ നമ്മൾ സേവിക്കണം. നമ്മൾ പാപമില്ലാതെ ജീവിക്കണം. പാപമില്ലാതെ ജീവിച്ചാൽ നമ്മൾ സ്വർഗ്ഗരാജ്യത്തിന് അവകാശിയാവും. പാപത്താൽ നമ്മൾ ജീവിച്ചെങ്കിൽ നമുക്ക് സ്വർഗ്ഗരാജ്യം നഷ്ടപ്പെടും. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് പോകുമ്പോൾ പറഞ്ഞ വാക്ക്, നിങ്ങളെല്ലാവരും ഭൂമിടറ്റത്തോളം പോയി സുവിശേഷം പറയണമെന്നുള്ളതാണ്. അതായത് എന്താണ് ഈ സുവിശേഷം എന്ന് പറഞ്ഞാൽ, പാപമില്ലാതെ ജീവിക്കുക, പാപമില്ലാതെ വിശുദ്ധ ഹൃദയത്തോടെ ജീവിക്കുക. അങ്ങനെ ജീവിച്ചാൽ നമുക്ക് സ്വർഗ്ഗരാജ്യം കിട്ടും. അതാണ് എല്ലാവരും സ്വർഗ്ഗരാജ്യത്തിന് അവകാശിയാണെന്നുള്ളതാണ് യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നത്. അടുത്ത പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും പറയുന്ന പോലെ കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത് വരുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ലോക ജീവിതം നയിക്കുമ്പോൾ ആ ഒരു ശക്തമായ ചിന്ത എപ്പോഴും നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ നമ്മൾ എടുക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ എപ്പോഴും ശോധന ചെയ്യണം എല്ലാ ദിവസവും. അതായത് വിശുദ്ധമായ ഹൃദയത്തോടെ ജീവിക്കുക എന്നുള്ളതാണ്. ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും അന്യഭാഷയിൽ പ്രാർത്ഥിക്കുകയും പാപമില്ലാത്തൊരു ഹൃദയത്തോടെ ജീവിക്കണം. നമ്മുടെ അധരങ്ങൾ സൂക്ഷിക്കണം. നമ്മുടെ ഹൃദയത്തിൽ പക, വിദ്വേഷം ഒന്നും പാടില്ല. വിശുദ്ധ ഹൃദയത്തോടെ നമ്മൾ ജീവിക്കണം. അങ്ങനെ ജീവിക്കുന്നവരെ എടുക്കുവാൻ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു വരുന്നത്. അപ്പോൾ നമ്മൾ വിശുദ്ധ ഹൃദയത്തോടെ എപ്പോഴും എല്ലാ ദിവസവും ജീവിക്കാൻ നമ്മളെപ്പോഴും ശ്രമിക്കണം. ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മറന്നു കളയരുത് എന്നുള്ളതാണ്. ഇത് എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഈ ഒരു ചിന്ത നമുക്ക് വരണം. ഈ ശക്തമായ ചിന്ത നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ചിന്തിക്കണം എന്നുള്ളതാണ്. അപ്പോൾ വിശുദ്ധമായ ഹൃദയത്തോടെ ജീവിക്കാൻ എല്ലാ ദിവസവും ശ്രമിക്കാം. അങ്ങനെ ജീവിക്കുമ്പോൾ തന്നെ നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഇറങ്ങി